നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദിരാമ്മയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അലോക കണ്ടുപിടിച്ച പെണ്ണ് ഏതാണ്? ആ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും ഞെട്ടിപ്പായിച്ച് നിൽക്കുക. കാരണം അലോകിന്റെ മനസ്സിലുള്ള അനുസരിയാന്നുള്ള കാര്യം അച്യുതനും രാജശ്രീക്കും ഒക്കെ അറിയാം. പക്ഷെ അത് ഇവിടെ പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അത് പിന്നെ അമ്മേ എന്താ നിനക്കറിയത്തില്ലേ? അല്ല, അലോക് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെൺകുട്ടി ആരാ, പെണ്ണിന്റെ പേരെന്താ എന്നൊക്കെ നിനക്ക് അറിയായിരിക്കുമല്ലോ. ആ സമയം രാജശ്രീ പറഞ്ഞു, അത് പിന്നെ അമ്മേ എനിക്ക് അറിയത്തില്ല എന്ന് പറയണ. അറിയത്തില്ലേ? അത് കൊള്ളാലോ. പിന്നെ നിന്നോട് ആരാ പറഞ്ഞേ അവനൊരു പെൺകുട്ടി ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞേ? അത് അവൻ എന്നോട് പറഞ്ഞാന്ന് പറയണ. അപ്പോഴേക്കുമാണ് അലോക് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഇന്ദിരാമ അങ്ങോട്ട് എന്നിട്ട്, അമ്പടെ കള്ള, നീ ആള് കൊള്ളാലോ, ഇതിന്റെ ഇടയ്ക്ക് ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കി എടുത്തല്ലേന്ന് ചോദിക്കുവാണ്. അച്ഛമ്മ എന്താ പറയണെന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലടാ, ആരടാ പെങ്കൊച്ചെന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോ അലോകിന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി. അത് പിന്നെ പേര് പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് അറിയാവോ? അല്ല, പെങ്കൊച്ചിന് ഫോട്ടോ വലുതുണ്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ആ വീട്ടിൽ ആലോചിച്ച് നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തിയേക്കാം. അലോക് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും രാശ്രീ പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ സമയം പോകാൻ വൈകി, നമുക്ക് ഇറങ്ങിയാലോ അമ്മേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ സമയം അലോക് പറഞ്ഞു, അച്ഛമ്മ അത് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും എന്റെ ഫോണിനകത്തില്ല. ഫോട്ടോസ് ഒന്നും ഇല്ലേ? എടാ നീ എന്ത് ചെക്കനാടാ? സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ചിട്ടാണെങ്കിൽ അവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് കാണും. ഇത് അതുപോലെ നിന്റെ കയ്യിലില്ലേ? കൊള്ളാം, നീ ആള് കൊള്ളാലോടാ. എന്നാലും സാരമില്ല. ദേ, ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം നിന്റെ അവളുടെ കല്യാണം നടത്താം. അവളുടെ വീട്ടിൽ സമ്മതമാണെങ്കിൽ. അല്ല, സമ്മതക്കുറവൊന്നും കാണത്തില്ലല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ അലോകിന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ദിരാമ്മ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും അലോക് രാശ്രീയോട് ചോദിച്ചു, അമ്മ എന്ത് വർത്താനം പറഞ്ഞെന്ന് ചോദിക്കുക. എന്ത്? അല്ല, അമ്മ എന്തിനാ അച്ഛമ്മയോട് ഇതൊക്കെ പറയാൻ പോയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ ചെന്നിട്ട് അനുശ്രീയായിട്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അനുശ്രീയുടെ കല്യാണം നടക്കണം. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, അതെ, ഇനി ഇതെങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. നിന്റെ കയ്യിലേക്ക് സ്വത്തുക്കളൊക്കെ വരണമെങ്കിൽ കൃഷ്ണമംഗലം ഈ വീടിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം നിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ അവളെ സ്വന്തമാക്കിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കോമഡി സ്റ്റോഴ്സ് ബാലിന് ഇവിടെ കയറി അങ്ങോട്ട് മേയും. ഇനി അതിനെ അധികം അമാന്തിച്ചു കൂടാന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ അവളുടെ കല്യാണം അവരെ വീട്ടുകാരെങ്ങനെ വേറെ ആലോചിച്ചാലോ, പിന്നെ നിനക്ക് കിട്ടാതെ വരുമെന്നൊക്കെ പറയാ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവള് നിന്നെ തേച്ചിട്ട് പോയാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അച്യുതൻ പറഞ്ഞു. അലോകിന് ടെൻഷൻ ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ? തന്റെ സ്വപ്നമാണ് ഈ വീടും ഈ വീടിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി മാത്രമാണ് അലോക് അനുശ്രീയെ സ്നേഹിച്ചത് പോലും. ഇതേ സമയത്ത് ദേവമംഗലത്ത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഗോമതി ഒരുങ്ങി ബാലിന്റെ അടുത്ത് ഒന്ന് തിരിച്ചു. എങ്ങനെയുണ്ട് ബാലേട്ടാന്ന് ചോദിക്കാം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഡ്രസ് കോംബോ ഉണ്ടായിരുന്നു. റെഡ് ചില്ലി കളറായിരുന്നു. അങ്ങനെ കോമതി ആണെങ്കിൽ നല്ല റെഡ് കളറിൽ സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബാലൻ പറഞ്ഞു, ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കണ്ട ഒരു 10 വയസ്സ് കുറവ് പറയത്തുള്ളൂ എന്ന് പറയാം. ഒന്ന് പോ ബാലേട്ടാന്ന്, അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ധർമ്മന്റെ വരവ്. ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു, ആഹാ, ഇവനാള് സുന്ദരനായല്ലോ. ഇത്രയ്ക്കൊന്നും ഞങ്ങള് പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയണം. ആ സമയം ധർമ്മന്റെ മുഖമൊക്കെ ഞങ്ങള് വല്ലാതെ മാറിയിരിക്കുന്നുണ്ടപ്പോ ഗോമതി ചോദിച്ചു, എന്താടാ നിനക്കിത് എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? അത് പിന്നെ എന്താ കാര്യം എന്താ വെച്ചാ പറയടാ, എന്തേലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം. പേടിയോ? നീ എന്തിനാ പേടിക്കുന്നേ? പെണ്ണ് കെട്ടാൻ പോകുന്നതിന്റെ ടെൻഷനാണോ നിൽക്കുന്ന? ബാലൻ ചോദിച്ചു. അതല്ല അളിയ, അളിയനറിയാലോ, ഇതിനു മുമ്പ് എത്ര കല്യാണാലോചന വന്നു, എത്ര എണ്ണം മുടങ്ങിപ്പോയി. ഒടുവില് വിവാഹ നിശ്ചയത്തിന്റെ അന്ന് വരെ മുടങ്ങിപ്പോയില്ലേ? അതൊക്കെ ഓർക്കും പേടിയാ. ഇനി അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. നമ്മളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ആ സാധ്യതകളൊന്നും. കോമതി പറഞ്ഞു, എടാ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് നല്ലൊരു കാര്യത്തിന് പോകുന്നേ. ചേച്ചി നെഗറ്റീവ് പറഞ്ഞാന്ന് വിചാരിക്കരുത്. ഇതിനു മുമ്പത്തെ അനുഭവമൊക്കെ വെച്ച് പറഞ്ഞതാ. എനിക്ക് അതുകൊണ്ട് നല്ല ടെൻഷനാന്ന് പറയണ. ബാലൻ പറഞ്ഞു, ഈ തവണ നീ അങ്ങനെ ടെൻഷൻ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. ഈ കല്യാണം എന്താണെങ്കിലും നടക്കും, ഉറപ്പായിട്ട് നടക്കും. നീ പേടിക്കൊന്നും വേണ്ട. അളിയ നാണം കിടണ്ട വരുവോ? നാണം കിടണ്ട വരത്തൊന്നുമില്ല. പിന്നെ ഞാൻ നിനക്കൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് വേണ്ടി ഞാൻ വിവാഹം ആലോചിക്കില്ലെന്ന്. അത് ഞാൻ വാക്ക് പറഞ്ഞത് വാക്ക് തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരും അങ്ങോട്ട് വന്നിട്ട്, ആഹാ, മാമൻ ഇവിടെ നിൽക്കണം. അതെ, മാമന്റെ മേക്കപ്പ് പൂർത്തിയായിട്ടില്ല, ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് ധർമ്മന്റെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ടാ അവന് നല്ല ടെൻഷനുണ്ട്. ഇപ്പൊ എനിക്കും നല്ല ടെൻഷനുണ്ട്. എന്തിന്? അല്ല, കല്യാണം നടക്കാതെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലേ
അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണേ. ഗോമതി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ബാലനല്ലേ പറയണേ, ഉറപ്പായിട്ട് ഈ വിവാഹം നടക്കും. അവിടെ നടക്കാതിരിക്കാനായിട്ട് ആരെങ്കിലും മുടക്കണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മള് പപ്പൻ കോണ്ടാക്ടോട് തുറന്നു പറഞ്ഞിരിക്കുന്നല്ലേ, ഇനിയിപ്പോ പറയാനൊന്നുമില്ല. കൃഷ്ണമംഗലംകാരെ കുറിച്ചുള്ള കാര്യങ്ങളും അവർക്കറിയാം. അതുകൊണ്ട് ആരും മുടക്കാനും പോകുന്നില്ല. അവർ ഈ കല്യാണത്തിന് പങ്കെടുക്കൂല കൃഷ്ണമംഗലംകാര്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഗോമതിയെ ഒന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ ധർമ്മനെ ബാക്കി മേക്കപ്പോട് ചെയ്യണം ആര്യനും ആകാശം എല്ലാരും കൂടെ ചേർന്നിട്ട്. ആ സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ ശ്രീദേവിയുടെ അടുത്തേക്കുന്നു. ശ്രീദേവി ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും ശ്രീദേവിയുടെ മുഖത്ത് അതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. കാരണം ആനന്ദിന്റെ വാക്കുകളായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ. ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് ഇതും എടുത്തോണ്ട് നീ പൊയ്ക്കോണം. പിന്നെ നിനക്ക് ഈ വീട്ടിലേക്ക് വരാൻ പോലും പറ്റില്ലെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്ന ഇവിടെ എല്ലാരും ചോദിക്കും. അപ്പൊ ആനന്ദേടനുള്ള സത്യാവസ്ഥ തുറന്നു പറയും. പിന്നെ തനിക്ക് ഇവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. ഇന്നെന്നല്ല, ഒരിക്കലും നോക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ ചതി ചെയ്തിട്ടാ താൻ ഇവിടെ കടന്നുകൂടിയെന്നറിഞ്ഞ മീനാക്ഷിയും മിത്രയും അമ്മയെ എല്ലാരും തന്നെ വെറുക്കും. അതുപോലെ തന്നെ ബാലച്ചും വെറുതെ ഇരിക്കത്തുമില്ല. അതൊക്കെ ഓർത്തപ്പോ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അങ്ങോട്ടേക്ക് വന്നിട്ട് മീനാക്ഷിയും മിത്രയും കൂടി ചോദിച്ചു, ആഹാ നല്ലയാളാ, ഒരുങ്ങിയിട്ട് ഇവിടെ നിൽക്കുവല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ടെന്നൊക്കെ പറയണം. എന്തിയെ ആനന്ദേട്ടൻ എന്തെന്ന് ചോദിക്കുക. ആനന്ദേട്ടൻ പുറത്തുപോയി. ഓ, അപ്പൊ ഇന്ന് ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചായിരിക്കും രണ്ടുപേരും അല്ലേന്ന് ചോദിക്കാം. പ്രാക്ടീസ് ഒക്കെ ചെയ്തോ രണ്ടുപേരും എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ഞങ്ങള് മനസ്സിലായി, നമ്മളോടൊന്നും പറയില്ലായിരിക്കും, ഇവരായിരിക്കും അടിച്ചു പൊളിച്ച് അവിടെ കളിക്കണേന്നൊക്കെ പറയണം. ശ്രീദേവിക്ക് ശരിക്കും സങ്കടം വന്നു. കാരണം ആനന്ദ് ഒന്നിനും ശ്രീദേവിയുടെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നില്ല. ആനന്ദിന് നല്ല ദേഷ്യമായിരുന്നു ശ്രീദേവിയോട്. പിന്നെ ആർക്കോ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ആനന്ദ് ശ്രീദേവിയുടെ ഒപ്പം നിൽക്കുന്ന പോലും. അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ശ്രീദേവിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു, അതെ എല്ലാവരും ഒരുക്കം കഴിഞ്ഞില്ല, വരാൻ പറയണ. അങ്ങനെ എല്ലാവരും കൂടെ ഹാളിലേക്ക് ചെന്നു. ഈ സമയത്ത് ആനന്ദ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവിയെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ശ്രീദേവിക്ക് നല്ല വിഷമമുണ്ട്. ബാക്കി ആകാശും മീനാക്ഷിയും ഇത്ര ആരും ഒക്കെ ആണെങ്കിൽ ഭയങ്കര എൻജോയ്മെന്റില്ല. കാരണം ധർമ്മമാമന്റെ കല്യാണമാണല്ലോ. കുറെ കാലത്തിന് ശേഷം കാത്തിരുന്ന് അങ്ങനെ ഒരു ദിവസം വന്നെത്തുവാണ്. അപ്പൊ അതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷെ ആനന്ദിന്റെ മുഖത്ത് അതിൻ്റെതായ സന്തോഷം ഉണ്ടെന്ന് അവൻ അഭിനയിക്കുകയാണ്. കാരണം അതിനേക്കാൾ ഉപരി ശ്രീദേവിയെ കുറിച്ചുള്ള ചിന്തകളാണ്. അതുപോലെ തന്നെയായിരുന്നു ശ്രീദേവിക്കും. പിന്നീട് ഇറങ്ങുന്നതിന് മുമ്പ് ബാലന്റെയും ഗോമതിയുടെയും കാല് തൊട്ട് വന്ദിച്ച അനുഗ്രഹമൊക്കെ മേടിക്കുവാണ് ധർമ്മന്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അവർ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. ഈ സമയത്ത് നേരത്തെ തന്നെ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു ഉദയഭാനു ശ്രീകലയൊക്കെ. അവർക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനാണെങ്കിൽ സമനില തെറ്റി നേരത്തെ വന്ന് നിൽക്കുക. ഇപ്പൊ തന്നെ കള്ളത്തരം കൂടെ പൊളിച്ചടിക്ക് കൊടുക്കണ്ട, മാമന്റെ കല്യാണമായി പോയി, അല്ല കാണിച്ചു കൊടുക്കായിരുന്നു. ആനന്ദ് മൈൻഡ് പോലും ചെയ്തില്ല. പിന്നീട് ശ്രീദേവി അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ അടുത്തേക്ക് എന്നിട്ട് ഉദയഭാനെ ശ്രീകലയെ വിളിച്ചു മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഇവിടെ ദൈവത്തെ ഓർത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പ്രശ്നമോ അതെ കൂടുതൽ ഷോ കാണിക്കരുതെന്നാ പറഞ്ഞ്. അറിയാലോ, ഇപ്പൊ തന്നെ ആനന്ദേട്ടൻ നല്ല കട്ടക്കരിപ്പില്ല. ഈ കല്യാണത്തോടു കൂടി എന്റെ ജീവിതം അവിടുത്തെ തീർന്നു. എന്നോട് വീട്ടിൽ പോയിക്കോളാനാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ബാഗ് വരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാന്ന് പറയണ. എന്തൊക്കെയാ മോളെ നീ പറയണെന്ന് ചോദിക്കാം. ദേ കൂടുതലൊന്നും മിണ്ടരുത്, അഭിനയൊന്നും ഇവിടെ വേണ്ട. ഇനി ഇപ്പം ഉള്ള അഭിനയം ഞാൻ വീട്ടിൽ വെച്ച് നടത്തിക്കോളാം. വീട്ടിലേക്ക് ഞാൻ വരാൻ പോവാ. മാമന്റെ കല്യാണം ഒന്ന് കഴിയുന്നോട് കൂടിയിട്ട് എന്റെ അഭിനയത്തിന് തിരശ്ശീല വീഴാൻ പോവാ. ദേവാന് പറഞ്ഞു, മോളെ ഞങ്ങൾ ഒന്നുകൂടെ ആനന്ദനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇപ്പോഴെങ്ങാനും ആനന്ദേട്ടന്റെ മുന്നിലേക്ക് ചെന്ന് പെട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ അതോടുകൂടി കണ്ടു എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. വെറുതെ ഈ കല്യാണം കൂടെ മുടക്കല്ല അച്ഛാ. മാമന് കുറെ കാലത്തിന് ശേഷം കിട്ടിയ ഒരു ആലോചനയാ. പാവാ മാമന്, ആ വിവാഹം മുടക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി. അതേസമയം ബാലനും ഗോമതി എല്ലാരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ ഗോമതി ഒരു ആഗ്രഹം ബാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നന്ദനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പം നന്ദനാണ് ഓളിനോളായിട്ട് എല്ലാ കാര്യത്തിനും നടക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം നന്ദൻ തന്നെ ഒറ്റയ്ക്കാണ് നോക്കിയത്. അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നത് നന്ദനാണ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദന് ഓടി വന്നിട്ട് പറഞ്ഞു, ബാ അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അല്ല ബാ ആന്റി, ഗോമതി ആന്റിയും കൂടെ വരാൻ പറയണേ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേരൊക്കെ എനിക്കറിയാം. ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ ഭാര്യയല്ലേ, അപ്പൊ പിന്നെ പേരറിയാതിരിക്കുമോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വെറുതെ അല്ല ബാലേട്ടൻ പറഞ്ഞ്, ആളൊരു ചെപ്പടി വിദ്യക്കാരനാന്ന്. ചെപ്പടി വിദ്യക്കാരനാന്നോ? അതേന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, അതെ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. അങ്ങനെ അവരെ അങ്ങോട്ട് ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അതിനുശേഷമാണ് കൃഷ്ണമംഗലംകാരൊക്കെ എത്തുന്നത്. കൃഷ്ണമംഗലത്തിൽ നിന്ന് അച്യുതനും അനന്തനും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അവരും കൂടെ അങ്ങോട്ട് വന്നു. അനുശ്രീ ആ സമയത്ത് അലോകിനെ ഒന്ന് നോക്കുന്നുണ്ട്. അലോകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീക്കൊരു സന്തോഷമൊക്കെ തോന്നി.
ആലോക സംസാരിക്കണം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്ര തിരക്കിനിടയിൽ എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അനുസരിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്തയൊക്കെ അനുസരിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ സംഗീതം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കും. ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പോരാത്തതിന് നന്ദൻ ഭഗവാൻ കൃഷ്ണനാണ് അവിടെ അവതരിച്ച് വന്നിരിക്കുന്നത്. അതിപ്പോ എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എങ്ങനെയായി തീരുന്ന്. ധർമ്മന്റെ കല്യാണത്തിന് വല്ല മുടക്കം ഉണ്ടായിരിക്കുമോ അതോ കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ധർമ്മന്റെ കല്യാണം നടക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.